അണ്ണാ സർവകലാശാലയിലെ ക്യാമ്പസിൽ വിദ്യാർത്ഥി പീഡനത്തിനിരയായ സംഭവത്തിൽ ഇടപെട്ട് മദ്രാസ് ഹൈക്കോടതി. തമിഴ്നാട് സർക്കാരിൽ നിന്ന് കോടതി വിശദീകരണം തേടി. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. റഹീസ്, ഈ തമിഴ്നാട്ടിലെ അണ്ണാ സർവകലാശാലയിൽ വിദ്യാർത്ഥി പീഡനത്തിനിരയായി എന്ന സംഭവത്തിലാണല്ലോ മദ്രാസ് ഹൈക്കോടതി ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്താണ് കോടതി ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്ന ഇടപെടൽ? എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഗോപികൃഷ്ണൻ, ഈ അണ്ണാ സർവകലാശാല ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം സർക്കാരിനെതിരെ ഉയരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ഈ വിഷയത്തിൽ തമിഴ്നാട് സർക്കാരിനോട് ഈ വിഷയത്തിൽ മദ്രാസ് ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയും DGPയും ഈ വിഷയത്തിൽ ഉച്ചയ്ക്ക് ശേഷം മറുപടി നൽകണം എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അവധിക്കാല ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് അഭിഭാഷകർ ഇന്ന് ഈ സംഭവം കോടതിയിൽ പരാമർശിച്ചു. ഇതിനിടയിലായിരുന്നു അവധിക്കാല ബെഞ്ചിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത്. നിലവിൽ DGP ഈ വിഷയത്തിൽ ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തി കാര്യങ്ങളൊക്കെയും വിശദീകരിച്ചിരുന്നു. പ്രധാനമായും പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പിഴവ്, ഈ കേസിലെ FIR കൃത്യമായി പോലീസ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെയാണ് FIR അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന് കണ്ടെത്തിയിരുന്നു. ദേശീയ വനിതാ കമ്മീഷൻ അടക്കം ഈ വിഷയത്തിൽ DGPയോട് വിശദീകരണം തേടുകയും ചെയ്തു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി തമിഴ്നാടിനോട് വിശദീകരണം തേടിയിരിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം DGPയും ചീഫ് സെക്രട്ടറിയും ഇക്കാര്യത്തിൽ മറുപടി നൽകണം. ഗോപികൃഷ്ണൻ. ശരി, മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ഉച്ച കഴിഞ്ഞ് ചീഫ് സെക്രട്ടറി കോടതി ആവശ്യപ്പെട്ട കാര്യങ്ങളിലുള്ള വിശദീകരണം നൽകണം എന്നാണ് റഹീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്.